ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന ചിന്തകൾക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. വാസ്തവത്തിൽ ഇതൊരു മനുഷ്യൻ്റെ സാക്ഷ്യമല്ല, ദൈവം മനുഷ്യനെക്കുറിച്ച് പറയുന്നതുമല്ല. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഉറ്റ എതിരാളിയായിരിക്കുന്ന സാത്താൻ ഒരു ദൈവഭക്തന് വിരോധമായി പറയുന്ന സത്യസന്ധമായ സാക്ഷ്യം. അവിടെ ഇയ്യോബിനെക്കുറിച്ച് സാത്താൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: അവൻ ദൈവഭക്തനാണ്, നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, ഭൂമിയിൽ അവനെ പോലെ ആരുമില്ല. ഒത്തിരി ചിന്തകൾക്ക് നമ്മൾ കയറിപ്പോകുന്നതിന് മുൻപ് നാം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതിഫലനം, ആ പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങൾ, ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയുവാനിടയായിത്തീരും. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമായി ചരിത്രകാരന്മാർ വിധി എഴുതിയിരിക്കുന്ന, നിർണയിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിനകത്ത് സകല മനുഷ്യർക്കും മാർഗദർശിയായി ദൈവം വെളിപ്പെടുത്തുന്ന ഇയ്യോബ്, ആ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സാത്താൻ വിലയിരുത്തുമ്പോൾ സാത്താന് കാണുവാൻ കഴിയുന്നത് അവൻ നേരുള്ളവനാണ്, അവൻ ദോഷം വിട്ടകലുന്നവനാണ്, അവൻ ദൈവഭക്തനാണ്. നമ്മളെക്കുറിച്ച് നാം ദൈവപാദപീഠത്തിലിരുന്നാൽ നമ്മുടെ ചിന്ത എന്തായിരിക്കും? നമ്മളെക്കുറിച്ച് നമ്മുടെ അയൽവാസി എന്തായിരിക്കും പറയുന്നത്? നമ്മളെക്കുറിച്ച് സാത്താൻ്റെ ഒപ്പീനിയൻ ചോദിച്ചാൽ എന്തായിരിക്കും പറയുന്നത്? പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ആശയം അല്ല, ഒരു യാഥാർത്ഥ്യം സാത്താൻ വെളിപ്പെടുത്തുന്നു. ദൈവം ഇയ്യോബിനും ഇയ്യോബിൻ്റെ സകലത്തിന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇയ്യോബിനെ തകർക്കാൻ കഴിയത്തില്ല. ആ വേലി ഒരു ഇൻവിസിബിളാണ്, കാണുവാൻ കഴിയാത്തൊരു വേലിയാണ്. നാം കെട്ടുന്ന കോൺക്രീറ്റ് മതിലുകളോ കമ്പി വേലികളോ അല്ല, മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും ശത്രുവിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതുമായ ഒരു വേലി. അത് മനുഷ്യന് കയറാൻ കഴിഞ്ഞേക്കാം, പക്ഷെ തൻ്റെ ഭക്തന്മാരെ ഉപദ്രവിക്കുന്ന യാതൊരു ഉപദ്രവങ്ങൾക്കും യാതൊരു പ്രതികൂലങ്ങൾക്കും ആ വേലി കടന്നു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഇന്നീ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാക്കാം: ഇന്നുവരെ എന്നെ നടത്തുന്നത് എൻ്റെ കഴിവല്ല, എൻ്റെ ഗുണങ്ങളോ എൻ്റെ മഹിമകളോ മറ്റൊന്നുമല്ല. എനിക്ക് ചുറ്റും, എൻ്റെ തലമുറയ്ക്ക് ചുറ്റും എൻ്റെ ദൈവം എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായൊരു വേലി എൻ്റെ കുടുംബത്തിനു ചുറ്റും കെട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ താല്പര്യമുള്ള ഓരോ കുടുംബങ്ങൾക്കു ചുറ്റും ഈ ദൈവിക വേലിയുണ്ട്. പ്രിയരെ, നാം ഒരുപക്ഷെ ഏത് അനുഭവത്തിലൂടെ വന്നവരാണെങ്കിലും, ഏത് പ്രതിസന്ധി നമ്മൾ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണെങ്കിലും, നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തോട് ചേർന്ന്, യാഗപീഠത്തോട് ചേർന്ന് യാഗവസ്തുവിനെ കെട്ടുന്നത് പോലെ നമ്മൾ ചേർന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായാൽ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടു കൂടെ നടക്കാൻ തയ്യാറാകുന്ന ഒരു കുടുംബമാണെങ്കിൽ നമുക്ക് ചുറ്റും വേലി കെട്ടി നമ്മെ പൊതിയുവാൻ, നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ മതിയായൊരു ദൈവമാണ്. നോക്കൂ, ഇയ്യോബിന് ബിസിനസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആ ബിസിനസ്സിന് നമ്മൾ പേരിടുകയാണെങ്കിൽ, ഇയ്യോബിൻ്റെ ഓരോ എൻ്റർപ്രൈസസിനും നമ്മൾ പേരിടുകയാണെങ്കിൽ കാള, കഴുത, ആട്,
മാട്, ഒട്ടകം, വസ്തുവകകൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ ബിസിനസ്സിലും ദൈവത്തിൻ്റെ സകലവിധമായ അനുഗ്രഹങ്ങളും യോബിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുകയാണ്. 1 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സകലവും സാധ്യമാക്കുന്ന ദൈവം ഏത് വരൾച്ച വന്നാലും തൻ്റെ ഭക്തനെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരനുഭവം. ഈ വേലി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമല്ല, സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നമ്മുടെ മഹത്വം ആരാണ്? നമ്മുടെ പരിചയം ആരാണ്? നമ്മുടെ തല ഉയർത്തുന്നതാരാണ്? അത് ദൈവത്തിൻ്റെ വേലി നമുക്ക് ചുറ്റും ഉള്ളതുകൊണ്ടാണ്. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാകണം. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന ഒരു ദൂതൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുകയാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ആരോഗ്യമല്ല ദൈവത്തിൻ്റെ ദാനമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്, എൻ്റെ വസ്തുവകകൾ ദൈവത്തിൻ്റെ ദാനമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഒരു ബലം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ, ഒരു ദൈവികമായ അടിത്തറ നമുക്കുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ പെരുകുകയാണ്. ആ ദൈവിക വേലിയുടെ മൂർച്ച കൂട്ടുവാൻ കഴിവുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മെ പൊതിയുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ ആ ദൈവികമായ എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.